ഒപ്പനയ്ക്കിടെ തല്ല്, രണ്ടുപേരുടെ പല്ല് പോയി. ഇതാണ് KSU പറയുന്നത്. ഒപ്പന മത്സരം കാണാനെത്തിയവരെ സംഘാടക സമിതി തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. തല്ല് കിട്ടിയവരാരെങ്കിലും ആ ഭാഗത്തുണ്ടോ? അധ്യാപകർ ഇടപെടുന്നുണ്ടോ? പ്രശ്നം തീരുമോ? അതിൽ വിദ്യാർത്ഥി മാത്രമല്ല, KSU എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. കലയും രാഷ്ട്രീയവും ഇതിലുള്ള പെമ്പിള്ളേർ കളിച്ചിട്ടാണ് ഈ പ്രതിഷേധം ഉണ്ടാക്കിയത്. നമ്മൾ 1.5 ദിവസം കൊണ്ട് മേക്കപ്പ് ചെയ്തിരിക്കണം, നമുക്ക് കളിക്കട്ടെ. എന്നാ പിന്നെ അവളുമാര് നേരത്തെ കേറാത്ത എന്തേ? അവളുമാർക്കുണ്ട് എത്ര നേരമായി കാത്തിരിക്കുന്നു? 12 മണി ആരും കഴിച്ചിട്ടില്ല, ബാത്റൂമിൽ പോയിട്ടില്ല, പല്ലേച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാ പിന്നെ പ്രതിഷേധിക്കാനാണെങ്കിൽ ഇവളുമാരെല്ലാം ആദ്യം കളിക്കുന്ന മുമ്പേ പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അവസരം വേണം. ഇന്നലെ നടക്കേണ്ട മത്സരമായിരുന്നു. ഞങ്ങൾ രാത്രി 10 മണി മുതലാണ് ഈ വേഷം കെട്ടി നിൽക്കുന്നത്. ഞങ്ങൾക്ക് ശ്വാസം വേണം, കളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഈ വേഷം അഴിച്ചു വെച്ച്. ഒപ്പന മത്സരം തുടരുമെന്ന അനൗൺസ്മെന്റിൽ ആഹ്ലാദിക്കുകയാണ്, കൈകൊട്ടി സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, മത്സരാർത്ഥികൾ അടക്കമുള്ളവർ. ഉടൻ തന്നെ മത്സരം തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും KSUവിന്റെ പ്രതിഷേധം ഒരു വശത്ത് തുടരുന്ന കാഴ്ചയും കാണാം. ഇപ്പോൾ പറയുന്നു സന്തോഷമായി സാറേ. ഇത്രയും നേരം കൊണ്ട് ഞങ്ങൾ കുറെ നേരം കൊണ്ടിരുന്നേക്കും, ഇനി ഞങ്ങൾക്ക് കളിച്ചിട്ട് പോയാൽ. ഏതായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള അതിൽ മണവാട്ടിയും കൂട്ടരും വലിയ പ്രതിഷേധത്തിലാണ്. അതാണ് നമ്മൾ കണ്ടത്. അതിൽ ഒരു ടീം മാത്രമാണോ ഇനി കളിക്കാനുള്ളത്? എത്ര ടീമുകൾ മത്സരത്തിനുണ്ടായിരുന്നു? ഈ ഒപ്പന മത്സരത്തോടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലല്ലല്ലോ, അവിടെ സംഘാടക സമിതിയുടെ പെരുമാറ്റത്തോടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇനി എത്ര ടീം കളിക്കാനുണ്ട്? ഒപ്പന മത്സരവുമായി ഈ പ്രതിഷേധത്തിന് ഒരു ബന്ധവുമില്ല. ഈ പ്രതിഷേധം നടന്നത് ഒപ്പന മത്സരത്തിനിടെയാണ് എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഈ പ്രതിഷേധം നടന്നതോടുകൂടി ഒപ്പന മത്സരത്തിനെത്തിയ കുറച്ച് ടീമുകൾ കൂടി ഒരു ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കാൻ ബാക്കിയുണ്ട്. ഇന്നലെ നടക്കേണ്ട മത്സരമായിരുന്നു. അപ്പോൾ പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധക്കാർക്കെതിരെ ഇങ്ങനെ പ്രതിഷേധിച്ചാൽ മത്സരം തുടങ്ങാനാകില്ല. അതുകൊണ്ട് തങ്ങൾ മണിക്കൂറുകളായി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്, വസ്ത്രങ്ങൾ ധരിച്ച് മേക്കപ്പ് ഇട്ടിരിക്കുന്നു. ഇനിയും തുടർന്നിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രതിഷേധവും വിമർശനവും അവർ പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും KSUവിന്റെ പ്രതിഷേധം ഒരു വശത്ത് തുടരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. അവരുടെ ആവശ്യം എന്നുള്ളത് KSU കോളേജുകളിൽ നിന്നെത്തിയ KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നു എന്നുള്ളതാണ്. പറയുമ്പോ എന്തുകൊണ്ടാണ് ഈ പോലീസിന്റെ കയ്യിൽ നിന്നും തിരിച്ച് വലിച്ചെടുത്താണ് ഇവർ അടിച്ചത്? SFIക്കാര്, ഈ സംഘാടക സമിതി, ഈ യൂണിവേഴ്സിറ്റി ചെയർമാൻ. തീർച്ചയായിട്ടും അല്ല, ഞാൻ സംസാരിച്ചല്ലോ. അതായത് ഇവിടെ പരിപാടി തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു പരിപാടി തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കുറെ SFIയുടെ ഗുണ്ടകൾ, കുറെ തെമ്മാടികൾ, ലഹരി മാഫിയ സംഘം. നിങ്ങളൊന്ന് പരിശോധിക്കണം. കൊല്ലം SNലെ ഇവരുടെ തന്നെ യൂണിയനിൽപ്പെട്ട വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് അടിച്ചു. വർക്കല അതിലിപ്പോൾ ഒരു ഭാഗത്ത് ഒപ്പന, ഒരു ഭാഗത്ത് പ്രതിഷേധം, അങ്ങനെയാണോ പ്രധാന വേദിയിലെ കാഴ്ച?
SFI മർദ്ദിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ കലോത്സവ വേദിയിൽ പ്രതിഷേധവുമായി എത്തിയത്. ഈ പ്രതിഷേധം ഇവിടെ വെച്ച് തന്നെ നടത്തണം എന്നാണ് അവർ പറയുന്നത്. ഒപ്പന മത്സരത്തിന് ഇടയിൽ കാണാനെത്തിയവരെ SFI മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ KSU പറയുന്നത്. രണ്ടുപേരുടെ പല്ല് നഷ്ടമായി. പോലീസ് ഇടപെട്ട് ഒരു പരിഹാരത്തിലേക്ക് എത്തിയില്ല എന്നും അവർ പറയുന്നു. തല്ലിച്ചതച്ചു എന്നുള്ള ആരോപണമാണ് KSU ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സംഘാടക സമിതിയും പറയുന്നുണ്ട്. കലോത്സവ വേദിയിലാണ് KSUവിന്റെ പ്രതിഷേധം നടക്കുന്നത്. മുദ്രാവാക്യം വിളികളുമായി അവരവിടെ നിൽക്കുകയാണ്. നമുക്ക് വീണ്ടും എത്താം ഈ വാർത്തയിലേക്ക്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള